ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. മനുഷ്യർ പലപ്പോഴും പറയുന്ന ചില സംഭാഷണ ശകലങ്ങളാണ്: വെറുതെ ഞാൻ അത്രയും പണം നഷ്ടപ്പെടുത്തി, വെറുതെ ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തി, വെറുതെ ഞാൻ ആ ഒരു പുസ്തകം വാങ്ങി, വെറുതെ ഞാൻ അയാൾക്ക് ഒരു വാക്ക് കൊടുത്തു, വെറുതെ ഞാൻ ആ ബിസിനസ് ചെയ്തു, ഇങ്ങനെ വെറുതെ ഞാൻ അങ്ങനെ ചെയ്തു, വെറുതെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞ് വെറുതെകളിൽ ആരംഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാറുണ്ട്. ഇങ്ങനെ വ്യാകുലപ്പെടാനുള്ളൊരു കാരണം, ഏത് കാര്യത്തെയും അതിൻ്റെ ഫലവുമായി ബന്ധപ്പെടുത്താനുള്ള മനുഷ്യരുടെ ഒരു സഹജ വാസന കൊണ്ടാണ്. ചെയ്ത കാര്യങ്ങൾക്ക് ഫലമുണ്ടോ, അവ ഫലം തന്നതാണോ, നല്ല ഫലമുണ്ടായോ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ്റെ കാഴ്ചപ്പാട്. കച്ചവടക്കാരൻ എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടിയെന്നാണ് ചിന്തിക്കുക. ഇവിടെ എന്ത് ഫലം കിട്ടി എന്നുള്ള ഒരു വ്യത്യാസം മാത്രം. പക്ഷേ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു വെറുതെയും വെറുതെ അല്ല. ഉടനെ അതിൻ്റെ ഫലം കാണാനില്ലെങ്കിലും ആ വെറുതെ എന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ്. ഓരോ വെറുതെകളും ഓരോ അധ്യാപകരാണ്. അപ്പോൾ ഈ ഓരോ അധ്യാപകർക്കും ഒരുപാട് വിലപ്പെട്ട ഒരു പാഠം നമ്മെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് അനുഭവത്തിൽ ഊന്നിയുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമോ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാൽ, ജീവിതത്തിലെ ഒരു സന്നിഗ്ധ ഘട്ടം വന്നാൽ, വേണമോ വേണ്ടയോ, ചെയ്യണമോ ചെയ്യണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ, അപ്പോഴാണ് നമ്മൾ നേരത്തെ കടന്നുപോയ ഈ വെറുതെകൾ സഹായത്തിനെത്തുക. കാരണം ആ വെറുതെകൾ നമ്മെ പഠിപ്പിച്ച ആ പാഠം വെച്ച് നമുക്ക് ഈ സന്നിഗ്ധ ഘട്ടങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓർക്കുക, വെറുതെകളൊന്നും വെറുതെകളല്ല. അവയൊക്കെ വളരെയധികം വിലയുള്ളതാണ്. വളരെ വിലപ്പെട്ട അധ്യാപകരാണ് ഓരോ വെറുതെകളും. ഇപ്പോൾ അവരെ നമുക്ക് വലിയ വില തോന്നിയില്ലെങ്കിലും ഭാവിയിൽ അവരുടെ വില നമ്മൾ തിരിച്ചറിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.